ഹലോ, അസ്സലാമു അലൈക്കും. കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ടേം ഓണം എക്സാമിന് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികൾക്ക് നമ്മുടെ 9ാം ക്ലാസ്സിലെ അറബിക്ക് എക്സാമിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ഓരോ ചാപ്റ്ററും നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് പറയാൻ പോണത്. ഓക്കെ, ഒരിക്കലും ഈ വീഡിയോ 1ാമത്തെ യൂണിറ്റ് മുഴുവൻ കവർ ചെയ്യുന്ന വീഡിയോ അല്ല. പക്ഷേ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറി വന്നതുകൊണ്ട്, പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് എന്തൊക്കെയാണ് ചോദിക്കുക, എങ്ങനെയാണ് പഠിക്കേണ്ടത്, നമുക്ക് പ്രീവിയസ് ഇയറിൽ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ അതൊന്നും നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 1ാമത്തെ യൂണിറ്റ് ആണെന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. 1ാമത്തെ യൂണിറ്റിൽ നമുക്ക് എന്താണ്, നമുക്കറിയാം 3 ചാപ്റ്റേഴ്സാണ് നമുക്കതിലുള്ളത്. 1ാമത്തെ ചാപ്റ്റർ എന്താണ്, ഹക്കൻ അന അഫ്തഖിറു ബിക് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ് നമുക്കുള്ളത് അല്ലേ. ഓക്കെ, പിന്നെ ലുഅത്തുല്ലാദ് എന്ന് പറയുന്ന കിസ്സാദാത്തിയാണ് അല്ലേ. പിന്നെ ഉള്ളത് നമുക്ക് ലുഅത്തി അൽ അറബിയ എന്ന് പറയുന്ന ഒരു കവിതയാണുള്ളത്. ഈ 3 കാര്യങ്ങളാണുള്ളത്. ഈ 3 ചാപ്റ്ററും നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇത് മാജിദും അവൻ്റെ ഉപ്പയും കൂടി നമുക്കറിയാം ഖത്തറിൽ വേൾഡ് കപ്പ് കാണാൻ പോകുന്ന ചാപ്റ്ററാണ്, തുടക്കത്തിൽ തന്നെയുള്ള ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ ആദ്യം ഈ ചാപ്റ്റർ നല്ലപോലെ വായിക്കണം കേട്ടോ. നമ്മളെ എജുപോർട്ടിൻ്റെ ആപ്പിലുള്ള ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് മുഴുവനും നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരുപാട് പുതിയ വാക്കുകളുണ്ട്. ഓക്കെ, അതേപോലെ ഇതിൽ ടിക്കറ്റ് എന്നുള്ളതിന്, അതേപോലെ തന്നെ സ്റ്റേഡിയം, അതേപോലെ തന്നെ വേൾഡ് കപ്പ് മത്സരങ്ങൾ, ഇങ്ങനെ അതേപോലെ തന്നെ അറബിയിൽ മോഡേൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് വേർഡുകൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇതിലുണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ എയർപോർട്ട്, അതേപോലെ തന്നെ എന്താ പറയുക, സ്റ്റേഡിയം, ഫ്ലൈറ്റ്, യാത്രകൾ, രാജ്യങ്ങൾ, ഇതിനൊക്കെ എന്താണ് പറയുക എന്നൊക്കെയുള്ള ഒരുപാട് വേർഡ്സ് വന്നിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് വായിക്കുകയും ഇതിലുള്ള അത്തരത്തിലുള്ള പുതിയ വേർഡ്സുകൾ നോട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇതിലെ ചില മാലി മുലാരികൾ, അതേപോലെ ഒരേ മീനിങ് വരുന്ന വാക്കുകൾ, ഇതൊക്കെ ജസ്റ്റ് ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് ശ്രദ്ധിക്കണം, ചാപ്റ്റർ വായിക്കുക. ഇതിലുള്ള പ്രധാനപ്പെട്ട പുതിയ ഈ ടൈപ്പ് ഓഫ് വേർഡ്സ്, ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള കുറച്ച് വേർഡ്സ് പറഞ്ഞില്ലേ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് വേർഡ്സാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്കതിൽ പിന്നെ ഒരു ഹിവാർ കാണാൻ കഴിയും. മാജിദും അതേപോലെ തന്നെ അവിടുത്തെ ഒരു മുഅല്ലഫ് ഓഫീസർ, പിന്നെ റിസപ്ഷനിസ്റ്റൊക്കെ ആയിട്ടുള്ള ആളുകൾ തമ്മിലുള്ള പിന്നെ എന്താ പറയുക, ഹിവാർ കാണാൻ കഴിയും. അപ്പോൾ അവിടെ നമ്മൾ ഹോട്ടൽ, അതേപോലെ റിസപ്ഷനിസ്റ്റ്, റെസ്റ്റോറൻറ്റ്, ഇതിനൊക്കെ അപ്പോൾ അറബിയിൽ പറയുന്ന വേർഡ്സൊക്കെ നോട്ട് ചെയ്താൽ നന്നാവും. ഓക്കെ, ഇനി നമുക്ക് അതേപോലെ തന്നെ അവിടെ വരുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങൾക്ക് ദർദശ എന്ന് പറഞ്ഞാൽ എന്താണ്, ദർദശ എന്ന് പറഞ്ഞാൽ ചാറ്റിംഗ് ആണ് അല്ലേ. ദർദശ യുദർദിഷു എന്നാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക ടെക്സ്റ്റ് ബുക്കിൽ. അതിന് ദർദശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റിങ്. ഇപ്പോൾ ഹിവാറും സംഭാഷണവും ചാറ്റിങ്ങും സെയിം തന്നെയാണ്. രണ്ടാളുകൾ തമ്മിൽ ഒന്ന് മൊബൈലിലൂടെ ടൈപ്പ് ചെയ്തിട്ട് ചാറ്റ് ചെയ്യുന്നു, ഒന്ന് നേരിട്ട് സംസാരിച്ചിട്ട് ഹിവാർ നടത്തും. രണ്ടും ഒന്ന് തന്നെയാണ് ഉദ്ദേശം. അപ്പോൾ എന്തെങ്കിലും ഒന്ന്, ഇതാണ് ദർദശ, കണ്ടോ കൊടുത്തിട്ടുണ്ടല്ലേ നിങ്ങൾ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒന്നെങ്കിൽ ദർദശയോ എന്ന് വെച്ചാൽ ചാറ്റിങ്ങോ, അതല്ലെങ്കിൽ ഹിവാറോ എഴുതാൻ വേണ്ടിയിട്ട് മാജിദുമായി ബന്ധപ്പെട്ടുകൊണ്ടോ, അതല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹിവാർ നമുക്ക് എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന്, ഈ ഏരിയയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നാമത് പറഞ്ഞെന്താണ്, നമുക്ക് പിന്നെ മാലി മുലാരി, ഓപ്പോസിറ്റ് വേർഡ്സ്, മുത്രാദിഫ്, സിനോണിംസ്, അങ്ങനത്തെ കാര്യങ്ങൾ ഇതിൽ നിന്ന് ചോദിക്കാം. രണ്ടാമത്തെ ഞാൻ പറഞ്ഞത് ഇതൊരു ഹിവാർ അല്ലെങ്കിൽ ദർദശ, രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ഹിവാർ, ദർദശ രണ്ടും സംഭാഷണം എന്നാണ് അർത്ഥം. ദർദശ എന്ന് പറഞ്ഞാൽ ചാറ്റിങ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് വായിച്ച് നോക്കണം കേട്ടോ. ഓക്കെ, ഇനി ഈ 1ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഇവിടെ ബയ്യാ എന്ന് പറഞ്ഞാൽ സെയിൽസ്മാനും മാജിദും നമ്മളൊരു കോട്ട് വാങ്ങാൻ പോണ സമയത്തുള്ളൊരു സംഭാഷണം ഉണ്ട്. ഇതൊക്കെ നമ്മൾ നന്നായി വായിച്ച് നോക്കണം. ഏതെങ്കിലും ടൈപ്പ് സംഭാഷണങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സംഭാഷണമോ ദർദശയോ എക്സാമിന് ചോദിക്കാൻ വളരെ സാധ്യത ഉണ്ട് ഈ ഏരിയയിൽ നിന്നിട്ട്. കാരണം ഈ ഏരിയയിൽ പ്രധാനമായിട്ടും ഇതിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് സംഭാഷണങ്ങളാണ്. അവിടെ ഹോട്ടലിൽ പോയി റിസപ്ഷനിസ്റ്റിനോട്, പിന്നെ ടാക്സിക്കാരനോട്, അതേപോലെ തന്നെ സെയിൽസ്മാനോടൊക്കെ ഉള്ള സംഭാഷണങ്ങൾ വരുന്നതുകൊണ്ട് ഈ ചാപ്റ്ററിന് എന്തായാലും നിങ്ങൾക്കൊരു സംഭാഷണമോ ഹിവാറോ നിർബന്ധമായി എക്സ്പെക്റ്റ് ചെയ്യാം. രണ്ടാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഗ്രാമർ പാർട്ട് ഇവിടെ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്, ഒന്ന് മിൻ ഫളിക്ക, പ്ലീസ് എന്നാണ് അർത്ഥം. തഫല്ലൽ, അതിൻ്റെ അർത്ഥം പ്ലീസ് എന്നാണ്. പക്ഷേ ഇത് രണ്ടും പറയേണ്ടത് രണ്ട് സിറ്റുവേഷനിൽ. നമുക്കറിയാം മിൻ ഫളിക്ക് എന്ന് പറയാൻ നമ്മൾക്കൊരാവശ്യം അല്ലേ, പ്ലീസ് നിങ്ങൾ ഇങ്ങോട്ട് ചെയ്തു തരുമോ എന്നുള്ള നിലക്ക്. നേരെ തഫല്ലൽ, നിങ്ങൾ ചെയ്തോളൂ, അങ്ങോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന കാര്യം, നമുക്ക് ഇങ്ങോട്ട് കിട്ടേണ്ട കാര്യത്തിന് നമ്മൾ മിൻ ഫളിക്ക്
എന്ന് നമ്മൾ എന്ത് ചെയ്യും, ആവശ്യപ്പെടും. തഫദ്ദൽ, നിങ്ങൾ ചെയ്തോളൂ, പൊയ്ക്കോളൂ, എടുത്തോളൂ എന്ന് അങ്ങോട്ട് പറയേണ്ട കാര്യത്തിനാണ് തഫദ്ദൽ പറയാം. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ആപ്പിലുള്ള ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും ഓണവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ വരുമ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യും, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ഈ ഓരോന്നും എങ്ങനെയാണ്, എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതൊക്കെ കൃത്യമായിട്ട് നമ്മൾ വരും ക്ലാസ്സുകൾ പഠിപ്പിക്കും. ഇപ്പോൾ ഞാൻ പറയുന്നത് എന്താണ്, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. നമുക്ക് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. എന്നിട്ട് ആ സിറ്റുവേഷനിൽ തഫദ്ദലാണോ പറയേണ്ടത്, മിൻ ഫദ്ലിക എന്നാണോ പറയേണ്ടത് എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇവിടെ ഒന്നും ഞാൻ പറയുന്നില്ല. ഇവിടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പാരാഗ്രാഫുകളൊക്കെ നിങ്ങൾ വായിക്കുക. ഇവിടുന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ചില പ്രധാനപ്പെട്ട വേർഡ്സുകൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തത് ഈ ഭാഗത്ത് നിന്ന് ചാപ്റ്റർ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ഗ്രാമർ ഏരിയ ആണെന്ന് അറിയാം. നമുക്ക് സിനോണിംസ് എന്ന് വെച്ചാൽ ഒരേ അർത്ഥം വരുന്നത്. അപ്പോൾ ഇവിടെ അഹബ്ബ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുക എന്നാണ് അർത്ഥം, ഷുഇഫ ബി എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുക എന്നാണ് അർത്ഥം. ഇതേപോലെ ഒരു വാക്കിൽ ഇവിടെ കണ്ടോ നിങ്ങൾ, ഇവിടെ അൽ മുഅജബ് എന്ന് കൊടുത്തിട്ടുള്ള മുഅജബ് എന്ന് കൊടുത്തിട്ടുള്ള ഒരു സെൻറ്റൻസ് യൂസ് ചെയ്തിട്ടുള്ള സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഇതേ സെൻറ്റൻസിന് നമ്മോട് പറയാണ് മുഅജബ് എന്നുള്ളതിന് പകരം അതേ മീനിങ് വരുന്ന വേറൊരു വേർഡ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേ സെൻറ്റൻസ് എടുത്ത് എഴുതണമെന്നാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അൽ മുഅജബ് എന്നുള്ളതിന് പകരം ഇവിടെ യൂസ് ചെയ്യേണ്ടുന്ന ഒരു വേർഡ് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ അതറിയണം. അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ പഠിപ്പിക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, എജുപോർട്ടിൻ്റെ ഓണവുമായി ബന്ധപ്പെട്ട ലൈവ് ക്ലാസ്സുകൾ വരും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ ഭാഗം പഠിക്കേണ്ട ഒരു ഭാഗമാണ് എന്ന് നേരത്തെ പഠിച്ച കുട്ടികളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇതേപോലെ തന്നെ അൽ ഔദ, അൽ മൽഅബ് എന്നൊക്കെ പറയുന്ന വേർഡ്സിൻ്റെ സെയിം മീനിങ് വരുന്ന വേർഡ്സ് വെച്ചിട്ട് പുതിയ സെൻറ്റൻസിനൊക്കെയാണ് ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് വരാൻ സാധ്യതയുണ്ട്. സോ ഇനി അടുത്തത് ഈ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് ചെയ്യണം, കൈഫ, മാത, മത്ത, മൻ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു പാരഗ്രാഫ് തരും. അതിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുള്ള എന്ത് ചെയ്യും, ഒരു ക്വസ്റ്റ്യനും പാരഗ്രാഫ് തന്നിട്ട് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എക്സാമിൽ വരാൻ വളരെ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പിന്നെ വരാൻ സാധ്യതയുള്ളൊരു, പിന്നെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്, നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ പിന്നെ ബോർഡിംഗ് പാസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഡാറ്റ ഫില്ല് ചെയ്യാനുള്ളത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ലൈവ് ക്ലാസ്സിൽ എടുക്കും കേട്ടോ. ഓക്കെ, എന്നാൽ ഇത് നമ്മൾ ഓൾറെഡി ആപ്പ് വഴി പഠിപ്പിച്ചതാണ്, നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാകും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പുതുതായി കയറി വന്നിട്ടുള്ള ഒരു പിന്നെ ഫോർമാറ്റ് ഫില്ല് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതും ചോദിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് വരികയാണ്. ലൊഅത്തുല്ലാത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങളെ ഓണം എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ ചാപ്റ്റർ ആയിരിക്കും. കാരണം എന്താണ്, ഇത് അറബി ഭാഷയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഇതിലെന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഫസ്റ്റ് തന്നെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ പാരഗ്രാഫ് നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കണം. അത് അറബി ഭാഷയെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അത് പാരഗ്രാഫായിട്ട് എഴുതാനോ അല്ലെങ്കിൽ കിസ്സാദാത്തിയ ആത്മകഥ എഴുതാനൊക്കെ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഈ ഫസ്റ്റ് തന്നെയുള്ള പാരഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അറബി ഭാഷയെ കുറിച്ച് പറയുന്ന ചാപ്റ്ററാണ്. ഓക്കെ, ഇനി അതിൽ നിന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് പിന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ കണ്ടെത്താനുള്ള ചോദ്യങ്ങൾ അതിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. പാരഗ്രാഫ് തരുന്നു, ക്വസ്റ്റ്യൻ തരുന്നു, നമ്മുടെ ഇതിന് ആൻസർ കണ്ടെത്താൻ പറയുന്നു. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ വരുന്ന ഒരു ഗ്രാമർ പാർട്ടാണ്. 3 കാര്യം ഉണ്ടാവും അല്ലേ, ഞാൻ ചെയ്യുന്നു എന്നുള്ളതും എൻ്റെ എന്ന് പറയുന്നതിനുള്ള കാര്യങ്ങൾ. രണ്ടാമത്തതോ നീ ചെയ്യുന്നു എന്നുള്ളതും നിൻ്റെ എന്ന് പറയണ അതിൽ എന്ത് ചേഞ്ച് വരുമ്പോഴാണ് അങ്ങനെ പറയാം. മൂന്നാമത്തത് ഞങ്ങൾ ചെയ്യുന്നു, ഞങ്ങളുടെ എന്ന് പറയാൻ എങ്ങനെയാണ് അറബിയിൽ പറയേണ്ടത്. ഈ 3ഉം ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഒരു പാർട്ട് കൊടുക്കും, മറ്റേ 2 പാർട്ട് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാം. ഇത് ഈ ഭാഗത്തു നിന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാമർ പാർട്ടാണ്. ഇനി സോ നെക്സ്റ്റ് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്താണെന്ന് അറിയാം, നമുക്ക് അവസാന തായിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗത്തിൻ്റെ ജംഅകൾ, ഇത് സ്ത്രീലിംഗത്തിൻ്റെ ഏകവചനം മുഫ്രദാണ്, ഇതിൻ്റെ ജംഅകൾ വെച്ച് ഫില്ല് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഇതിൻ്റെ ജംഅകൾ എങ്ങനെ കണ്ടെത്താം, നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ട. എജുപോർട്ടിൽ ലൈവ് ക്ലാസ്സിൽ വരാനിരിക്കുകയാണ്, ഫുൾ കാര്യം നമ്മൾ പഠിപ്പിക്കും. പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നേരത്തെ നിങ്ങളെ ഞാൻ എന്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്താണ്. പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും ഇവിടുന്ന് വരാൻ സാധ്യതയുള്ള, ഇവിടെ ഒരു അറബിക് ഡേ സെലിബ്രേഷൻ്റെ ഒരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ അല്ലേ, 10ാം ക്ലാസ്സിലൊക്കെ ആയിരുന്നു പോസ്റ്റർ ഉണ്ടാക്കാനുള്ള ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. ഇപ്പോൾ 9ാം ക്ലാസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. പോസ്റ്റർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യം നമ്മൾ പഠിപ്പിക്കും. പോസ്റ്റർ അല്ലേ, മുൽസക്ക് ഉണ്ടാക്കാനുള്ള ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യത
വളരെ കൂടുതലാണ്. ഓക്കെ, ഇനിയോ മറ്റൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ 9ാം ക്ലാസ്സിൽ പുതുതായിട്ട് കയറി വന്ന ഒന്നാണ് കിസ്സത്തുൻ ദാത്തിയ, ആത്മകഥ എഴുതാൻ. നിങ്ങൾക്ക് ഇവിടെ കുറച്ച് പോയിന്റ്സ് കൊടുക്കും. ആ പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആത്മകഥ എങ്ങനെ പിന്നെ എഴുതാനുള്ള ക്വസ്റ്റ്യൻ വരും. അത് എങ്ങനെ എഴുതണം, ഈസി ആയിട്ട് എങ്ങനെ എഴുതാം എന്നുള്ളത് ഇൻഷാല്ലാ ലൈവിൽ വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ, ഒന്നാമത്തെ മറ്റൊരു ചാപ്റ്ററാണ് ലൊഅത്തിൽ അറബിയ എന്ന് പറയുന്ന ഒരു അടിപൊളി കവിത നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏത് കവിത നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് വരേണ്ടത് എന്ത് ചെയ്യണം, കവിത കൊടുക്കും, അതിൻ്റെ മീനിങ് കൊടുക്കും. എന്നിട്ട് കവിതൻ്റെ മീനിങ് മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് വരാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിന് മീനിങ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വായിച്ചു വെക്കുക. മറ്റൊരു ക്വസ്റ്റ്യന് ഈ ചാപ്റ്റർ ഇവിടുന്ന് ചോദിക്കാൻ സാധ്യത ഉള്ളത്, ആ കവിത എഴുതിയിട്ടുള്ള അല്ലേ ജലീൽ ഖസൽ എന്ന് പറയുന്ന കവിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഈ കവിയെ കുറിച്ചിട്ടുള്ള വൺ വേർഡ് മാച്ച് ദ ഫോളോയിങ് എന്നോ ബ്രാക്കറ്റ് എന്നൊക്കെ കണ്ടെത്താൻ, അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യത ഉണ്ട്. സോ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നിങ്ങളെ 1ാമത്തെ യൂണിറ്റിൽ തന്നെ വരുന്ന ഒരു കവിതയാണ്, ഒരു കവിനെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, ഇത് പിന്നെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. മിക്കവാറും ചോദിക്കൽ നിങ്ങൾക്ക് എന്തായിരിക്കും, കവിത തന്നിട്ട് കവിത മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, കവിതയുടെ അർത്ഥം മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുക. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് അതേ പഠിച്ച കവിതയുടെ അതേ ആശയം വരുന്ന പിന്നെ പുറത്തുനിന്നുള്ള കവിതയിലെ വരികൾ കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇതിൽ ഏത് ലൈനാണ് അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് വരുന്നതെന്നൊക്കെയാണ് ചോദ്യം. ക്ലാസ്സിലൊരു വർക്കാണ്, പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 1ാമത്തെ ചാപ്റ്ററിൽ കവർ ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ മൊജം, അതിൽ പ്രധാനപ്പെട്ട വാക്കുകൾ മീനിങ്ങോടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1ാമത്തെ യൂണിറ്റിൽ നിന്ന് ഞാൻ പറഞ്ഞ ഏരിയകൾ കവർ ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചാൽ, ഈ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ പഠിച്ച് ഒരു സമയം കളയാതെ ഞാൻ പറഞ്ഞ ഏരിയകൾ മാത്രം നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാൽ വളരെ ഈസിയായി നിങ്ങൾക്ക് 9ാം ക്ലാസ്സിലെ പരീക്ഷയിൽ എന്ത് ചെയ്യാൻ പറ്റും, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ബാക്കി ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ വരുന്നുണ്ട്. അതിന് പുറമെ നമ്മുടെ എജുപോർട്ട് ഓണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ടിപ്സും വീഡിയോസും ലൈവ് വീഡിയോസൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, റെഡി ആയിരിക്കണം. എജുപോർട്ടിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അറബിക്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്. ബൈ. അസ്സലാമു അലൈക്കും.